ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക. എന്നുവെച്ചാൽ ഈ റീഡിംഗ് കുറേ ആൾക്കാരുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് സ്പെഷ്യലായി ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് ചെയ്യാം. അതിലെന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു പെയ്ഡ് റീഡിംഗ് ആണ്. അതിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു വാട്സാപ്പിൻ്റെ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവായി ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് പേയ്മെൻറ്റിൻ്റെയൊക്കെ ഷെയർ ചെയ്യാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ എൻ്റെ വീഡിയോസിനെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യണു അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിലും വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇൻറ്ററാക്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് മന്ത്ലി മെസ്സേജസ് ഒക്ടോബറിന് വേണ്ടിയിട്ട് അത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ഹലോ നമസ്കാരം. അപ്പോൾ ലീബ്ര, നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി ഒക്ടോബർ റീഡിംഗ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. മെസ്സേജസ് ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്. ലീബ്രയുടെ പാസ്റ്റിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്. കറണ്ട് എനർജി ടവർ. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂൺ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒക്ടോബർ മാസത്തിൻ്റെ എന്താണ്. നിങ്ങളുടെ ചാലഞ്ചാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ആണ് നിങ്ങൾക്ക് ഡെത്ത്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താണ്. ഹിഡൻ ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 9 ഓഫ് wands. നിങ്ങളുടെ ഔട്ട്കം എന്താണ്. ഔട്ട്കം നിങ്ങൾക്ക് സൺ ആണ്. ആൻഡ് ഓവറോൾ എനർജി സൺ ആണ്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഓവറോൾ എനർജി ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൺ ആണ്. സൺ ക്ലാരിറ്റിയുടെ എനർജിയാണ്, അബണ്ടൻസിന്റെ എനർജിയാണ്, ഹാപ്പിനെസിന്റെ എനർജിയാണ്. ഇത് ലിയോ എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഹാപ്പിനെസ്, അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്, ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാം കാര്യങ്ങൾ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒന്നും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലല്ല. അപ്പോൾ ഈ സൺ എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് നിങ്ങൾ ആ ഡിഫിക്കൾട്ട് എനർജിന്ന് പുറത്താണ് വരണത്. ആ ഡിഫിക്കൾട്ട് എനർജി ഓൾറെഡി പാസ്റ്റിൻ്റെ എനർജിയാണെന്ന് എനിക്ക് തോന്നണത്. അങ്ങനെ അല്ല വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഹാർട്ട് ബ്രേക്കിന് പുറത്ത് വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ 3 ഓഫ് സോഡ്സ് ഉണ്ട്, ക്വീൻ ഓഫ് സോഡ്സും ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ആ ഡിസിഷൻ ഈ മാസമാണ് എടുക്കാൻ പോണത്, സെപ്പറേറ്റ് ആവണ ഡിസിഷൻ. ഓർ എൽസ് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മുമ്പ് വെച്ചാൽ ആ ഡിസിഷൻ നിങ്ങൾക്ക് ഈ മാസം ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈ ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായ ഡിസിഷൻ ആണെന്ന്. അപ്പോൾ ഇവിടെ എന്തോ ക്ലിയറായി നിങ്ങൾക്ക് എന്തോ ഒരു ക്ലാരിറ്റി പറഞ്ഞാൽ എന്തോ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓക്കെ ഇത് ഉണ്ടായത് എൻ്റെ നന്ദിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ലൈഫിൽ ഇത് ഈ എക്സ്പീരിയൻസ് ഉണ്ടായത് ഇത് ഒരു ലെസൺ ആയിരുന്നു. ആൻഡ് നിങ്ങൾ ആ ഡിഫിക്കൾട്ട് ഫേസിന് പുറത്താണ് വരണത് ഓക്കെ ഈ മാസം. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഡിവോഴ്സിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓർ എൽസ് ഡിവോഴ്സ് ഫൈനലൈസ് ആവുന്നുണ്ട്. ഓക്കെ, എന്തോ അങ്ങനെയും ഒരു എനർജി എനിക്ക് ഇവിടെ കാണാണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് സഡൻ ഡെവലപ്മെന്റ് ആണ്. എന്തോ ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, ഓർ എൽസ് ഒരു സഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ. ഹൈ പ്രീസ്റ്റസ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തോ ഉണ്ടായി പാസ്റ്റിൽ. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി. ആൻഡ് ഇത് ഒരു ഹിഡൻ ഇൻഫർമേഷൻ ആയിരുന്നു. എന്തോ പുറത്ത് വന്ന മാതിരി പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ്ലി എന്തോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. 10 ഓഫ് പെൻറ്റക്കിൾസ് ഇത് നിങ്ങളുടെ ഫാമിലിയുടെ മാറ്ററിലായിരുന്നു. എന്തോ
ഒരു ഫാമിലി മെമ്പറിനെ കുറിച്ചായിരുന്നു ഓറൽസ് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് എന്തോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താ ഈ ഇൻഫർമേഷൻ ഉണ്ടായച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ കാരണം ഇവിടെ ടവർ എനർജിയാണ് ഞാൻ കാണുന്നത്. ടവർ ഒരു ഷോക്കിംഗ് ചേഞ്ച് ആണ്, ഒരു ഷോക്കിംഗ് സഡൻ ചേഞ്ച് ഓഫ് ഇവന്റ്സ്. ഓക്കെ, ഇത് ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ആണ്. സ്കോർപിയോ എനർജി ഉണ്ട് ഇവിടെ ടവർ. അപ്പൊ ഈ ടവർ എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്? സ്കോർപിയോ എനർജി. ഇവിടെ എംപ്രസ് എനർജി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു എൻഡ് അല്ല, പക്ഷെ ഒരു ചേഞ്ച് ആണ്. എന്നുവെച്ചാൽ 10 of Pentacles-ഉം Knight of Swords-ഉം ഹൈ പ്രീസ്റ്റസ്, ഇതൊരു സീക്രട്ട് പറഞ്ഞ ഒരു സീക്രട്ട് പ്രഗ്നൻസിയും ആവാം. എന്താ വെച്ചാൽ ഇതൊരു സഡൻ ഇൻഫർമേഷൻ ആണ്. പറഞ്ഞ ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഷോക്ക് ആണ് ഉണ്ടാവണേ. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷന്റെ കാരണം നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് എംപ്രസ് ഒരു പ്രഗ്നന്റ് വുമൻ, ഒരു മദറുടെ എനർജിയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷന്റെ കാരണം ഞാനിവിടെ പറഞ്ഞ ഈ ഇൻഫർമേഷൻ മേ ബി നിങ്ങളുടെ പ്രഗ്നൻസി റിലേറ്റഡ് ഇൻഫർമേഷനും ആവാം. ആൻഡ് അത് കുറച്ചൊരു ഷോക്കിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ മേ ബി എക്സ്പെക്ട് ചെയ്യണ്ടായില്ല, ഓരൽസ് നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടായില്ല, അങ്ങനെയും ആവാം. ഹെർമിറ്റ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടിയോണ്ട്, ആൻഡ് ഇത് അഗൈൻ ഹെൽത്ത് റിലേറ്റഡും ആവാം. ഓക്കെ, പ്രഗ്നൻസി ആവണം തന്നെ അല്ല, മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെങ്കിലും ഹെൽത്തിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാച്ചാൽ എന്തോ ഒരു റിപ്പോർട്ട് കിട്ടി, മെഡിക്കൽ റിപ്പോർട്ട്. അപ്പോൾ അത് കുറച്ചൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു, ഇൻഫർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കുറെ റീസെർച്ച് ആണ് ചെയ്യണത്. ഹെർമിറ്റ് ഒരു നിങ്ങളൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ് ഹെർമിറ്റ് പറഞ്ഞ വെർഗോ എനർജിയാണ് അത്. പക്ഷെ ഇതിന്റെ കാരണം നിങ്ങൾ കുറച്ച് കട്ട് ഓഫ് ആവണു, ആൾക്കാരുടെ കൂടെ അത്ര സോഷ്യലൈസ് ചെയ്യണില്ല, നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, മേ ബി ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ, ഇല്ല ഡോക്ടേഴ്സിന്റെ കൂടെ വേറെ ഡോക്ടേഴ്സിന്റെ കൂടെ സംസാരിച്ച് നോക്കുന്നുണ്ട്, അങ്ങനത്തെ എനർജിയും ആവാം. ഇപ്പൊ ആദ്യം ഇവിടെ ഫ്യൂച്ചറിൽ മൂൺ ആണ്, ഇതും ഒരു മദറുടെ എനർജിയാണ്, മദർലി ഫെമിനിൻ എനർജിയാണ് മൂൺ. അപ്പൊ മൂൺ ഒരു ഇമോഷണൽ എനർജിയും കൂടിയാണ്. പൈസീസ് ക്യാൻസർ എനർജിയാണ് ഇത്. അപ്പൊ ഈ മൂൺ എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത് നമ്മള്? 2 of Pentacles. അപ്പൊ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, 4 of Wands. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റോറീസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, അതല്ലച്ചാ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, നിങ്ങൾ പ്രഗ്നന്റ് ആണ്, ഇല്ലച്ചാ നിങ്ങളുടെ പാർട്ട്ണർ വേറെ അഫെയർ ഉണ്ടായിരുന്നു ആൻഡ് അവരുടെ എന്തോ ഒരു പ്രഗ്നൻസി ന്യൂസ്, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഡിഫറെന്റ് സിനാരിയോസ് എന്തുകൊണ്ടാ പറയണ വെച്ചാൽ അതെങ്ങനെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ വെച്ചാൽ അങ്ങനെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, അപ്പൊ എല്ലാവരുടെയും സിനാരിയോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്താ ഉണ്ടാവുക. പക്ഷെ അങ്ങനെ എന്തോ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി പുറത്തു വരാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു ഇംബാലൻസ് ഉണ്ട്, പക്ഷെ അത് ബാലൻസ് ഔട്ട് ആവുന്നുണ്ട്. 4 of Wands ഒരു ഹാപ്പി ന്യൂസ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടി ഉണ്ടായാലും ഞാൻ ഇവിടെ ഒരു സെലിബ്രേഷൻ ആണ് കാണുന്നത്. എന്താണ് ഈ 4 of Wands-ഉം മൂണിന്റെ എനർജി? 2 of Swords. അപ്പൊ എന്തോ ഒരു ഡിസിഷൻ എടുക്കാനുള്ള എനർജി ഞാൻ ഇവിടെ കാണേണ്ടത്. നിങ്ങൾ ഒരു ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ഡിസിഷന്റെ ഇടയ്ക്കാണ് ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ 9 of Pentacles ഉണ്ട്, ഇത് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ഇവിടെ ഡെഫിനറ്റ്ലി പുറത്തു വരുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തോ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, ഫ്യൂച്ചറിൽ. ഇപ്പോൾ Ace of Pentacles ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പൊ ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട്. ഇതൊരു ന്യൂ ഓഫർ മാതിരിയാണ്, പക്ഷെ കുറെ ബാലൻസ്ഡ് ഓഫർ ആണ് ഇത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ചാലഞ്ചായി കാണുന്നത്? 8 of Swords. നിങ്ങൾക്ക് എന്തോ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കുറെ സ്റ്റാഗ്നൻസി ആണ് ഫീൽ ചെയ്യണത്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണത്? 3 of Pentacles. മേ ബി ഇതിൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടണോ വേണ്ടെന്ന് അറിയാത്ത ഒരു എനർജി ആയിരിക്കാം, ഓറൽസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, അതായിരിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ മേ ബി എന്തോ ഈ ഓഫർ പറയണത്
ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേറ്റഡ് ഓഫറാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ 3 പാർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ജോബ് ഓഫർ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് അറിയില്ല ഈ ജോബ് ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അത് നല്ലതാണോ അല്ലേന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിലെമ നിങ്ങളുടെ ലൈഫിൽ, അതാണ് ചാലഞ്ച് ഇവിടെ. അങ്ങനെയും ഒരു സിറ്റുവേഷൻ ആവാം. നിങ്ങളുടെ അഡ്വൈസ് ഡെത്ത് ആണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെയും ഒരു പ്രഗ്നന്റ് വുമൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇതിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുക. ഈ ഡെത്ത് എന്താണ് ഇവിടെ? സ്കോർപിയോ എനർജി. ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കണം. അപ്പോൾ ഇത് അഗൈൻ ഡിവൈൻ ഡെസ്റ്റിനിയാണ്. ഇത് എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. 4 swords അഗൈൻ ഹെൽത്തിന്റെ ഞാൻ കുറെ ഇവിടെ റെഫറൻസസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ശരിക്കും സൂക്ഷിക്കുക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ മുമ്പേ നിങ്ങൾ പ്രഗ്നന്റ് ആണ് വെച്ചാൽ, നിങ്ങളുടെ മുമ്പേ മിസ്കാരേജസ് ഉണ്ടായിട്ടാച്ചാ, അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹെൽത്തിൽ കുറെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ മാസം. അതല്ലച്ചാ എന്തോ ഒരു റെന്യൂവൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾക്കൊരു കൺട്രോളും ഇല്ല. എന്നുവെച്ചാൽ ഇതൊരു ഡെസ്റ്റിൻഡ് മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എത്രയും ഈ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യണോ അത്രയും നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യും. അപ്പോൾ ബെസ്റ്റ് വേ ഫോർവേഡ് എന്താ വെച്ചാൽ ഇതിനെ ലെറ്റ് ഗോ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ അഡ്വൈസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 9 of Wands ആണ്. അപ്പൊ എന്തോ നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഹിഡൻ ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ എവിടെയോ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എന്തോ ഇഷ്യൂ ആയിരിക്കാം, ഓരോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തോ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും, ഒരു സംശയം ഉണ്ടാവും. ലവേഴ്സ്, ജെമിനി എനർജി, കിങ് ഓഫ് കപ്സ് ഇവിടെ സ്കോർപിയോ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഈ 9 of Wands ഇവിടെ? പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. എല്ലാം കുറെ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഹിഡൻ ഫാക്ടറിൽ 3 of Wands ഉണ്ട്. എനിവേ യൂണിവേഴ്സ് നിങ്ങളോട് എല്ലാം പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ പറയണത്. എന്നുവെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് ആ ശരിയായ സമയത്തെ വരുള്ളൂ. ആൻഡ് എല്ലാം റിവീൽ ആവണതും ആ ശരിയായ സമയത്ത് റിവീൽ ആവും. നിങ്ങളുടെ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം ലീബ്ര, ഔട്ട്കം ആണ് പേജ് ഓഫ് സോർഡ്സ്. അപ്പൊ എന്തോ ഇൻഫർമേഷൻ, അഗൈൻ എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട്. ഇല്ല എന്തോ ഒരു ഗോസിപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് എന്താണ് ഇവിടെ? 10 of Swords. ഇത് എന്താണ് ഇൻഫർമേഷൻ? എന്താ വെച്ചാ കുറെ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, എന്തോ നിങ്ങൾ കുറെ ഹേർട്ടായി ഫീൽ ചെയ്യും ഈ ഇൻഫർമേഷൻ പുറത്തു വരുമ്പോൾ. പക്ഷെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിൽ നിങ്ങൾ പോണത് സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലാണ്. അപ്പൊ ഇതൊരു കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ്, പക്ഷെ നിങ്ങൾ പോണത് ഒരു നല്ല സമയത്തിന്റെ ഡയറക്ഷനിലേക്കാണ്. എന്നുവെച്ചാൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പൊ ഈ എന്താ ഉണ്ടാവണേ ഈ മാസം വെച്ചാ അത് ആക്ച്വലി നിങ്ങളൊരു നെഗറ്റീവ് വേയിലാണ് കാണുന്നത്, പക്ഷെ അത് ആക്ച്വലി ഒരു പോസിറ്റീവ് കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണം വെച്ചാൽ അത് എടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ കുറെ ഒരു വേഗായിട്ടാണ് മെസ്സേജ്, പക്ഷേ ഡെഫിനറ്റ്ലി ആർക്കാ ഇത് റെസൊനേറ്റ് ആവണം വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്താ പറയണ വെച്ചാൽ പിന്നെ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ മെസ്സേജ് അല്ല. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി സെഷൻ ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.